ഏവർക്കും നമസ്കാരം. ഇന്ന് നാം ഓഗസ്റ്റ് മാസത്തെ ഫലങ്ങളെക്കുറിച്ചാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത്. ഓഗസ്റ്റ് മാസത്തെ ഫലങ്ങൾ പരിശോധിക്കുന്നതിന് മുന്നോടിയായി ഈ മാസത്തെ ഗ്രഹസഞ്ചാരങ്ങൾ ഒന്ന് പരിശോധിക്കാം. സൂര്യൻ ഓഗസ്റ്റ് മാസം 16-ാം തീയതി വരെയും കർക്കിടക രാശിയിൽ സഞ്ചരിക്കുന്നു. ഓഗസ്റ്റ് മാസം 17 തൊട്ട് ചിങ്ങമാസം പിറക്കുന്നു. അന്നേ ദിനം തൊട്ട് സൂര്യൻ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു. ചൊവ്വ ഈ ഓഗസ്റ്റ് മാസം മുഴുവനായും കന്നിരാശിയിലാകും സഞ്ചരിക്കുക. ബുധൻ ഓഗസ്റ്റ് മാസം 29 വരെയും കർക്കിടകത്തിലും തുടർന്ന് ചിങ്ങരാശിയിലും സഞ്ചരിക്കും. ഫലത്തിൽ ഈ മാസം മുഴുവനും കർക്കിടകത്തിലാണ് ബുധൻ സഞ്ചരിക്കുന്നത് എന്ന് പറയാം. വ്യാഴം മിഥുനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു. ശുക്രൻ ഓഗസ്റ്റ് 20 വരെയും മിഥുനരാശിയിലും തുടർന്ന് ഓഗസ്റ്റ് 21 മുതൽ കർക്കിടക രാശിയിലും സഞ്ചരിക്കുന്നു. ശനി വക്രഗതിയിൽ മീനരാശിയിൽ സഞ്ചരിക്കുന്നു. രാഹുകേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു. ഈ മാസം സംഭവിക്കുന്ന വലിയൊരു സവിശേഷത എന്നത് ദേവഗുരുവായ വ്യാഴവും അസുരഗുരുവായ ശുക്രനും മിഥുനരാശിയിൽ യോഗം ചെയ്ത് സഞ്ചരിക്കുന്നു എന്നതാണ്. ഈ യോഗം ഓഗസ്റ്റ് 20 വരെയും ഉണ്ടാകുന്നതാണ്. ചില രാശിക്കാർക്ക് ഈ യോഗം ഏറെ ശ്രേഷ്ഠമായ ഫലങ്ങളെ നൽകുകയും ചെയ്യും. അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹസഞ്ചാരങ്ങളുടെ ഫലമായി ഓരോ രാശിജാതർക്കും ഓഗസ്റ്റ് മാസം അനുഭവത്തിൽ വരാൻ ഇടയുള്ള ഫലങ്ങൾ നമുക്ക് പരിശോധിക്കാം. കുംഭക്കൂർ, അവിട്ടം 2-ാം പകുതി, ചതയം, പൂരൊരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ 6, 7 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 6-ാം ഭാവം എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവവും 7-ാം ഭാവം അനിഷ്ടഭാവവുമാകുന്നു. ശത്രുസ്ഥാനം, രോഗസ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന 6-ാം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകും. ഊർജം, ഉന്മേഷം, ആത്മവിശ്വാസം, ഏത് പ്രതിസന്ധികളെയും പ്രതികൂലമായ സാഹചര്യങ്ങളെയും ശത്രുക്കളെയും ചെറുത്ത് തോൽപ്പിക്കാനുള്ള ആത്മബലം, ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം, നിശ്ചയദാർഢ്യം എന്നിവയെല്ലാം 6-ൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ നൽകുന്ന ഗുണാനുഭവങ്ങൾ ആണ്. എന്നാൽ തുടർന്ന് സൂര്യൻ ഈ കൂറുകാരുടെ 7-ാം ഭാവത്തിൽ പ്രവേശിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്നത് അത്ര അനുകൂലമല്ല. പ്രണയ, ദാമ്പത്യ, കുടുംബ ബന്ധങ്ങളെ കുറിക്കുന്ന ഈ 7-ാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ഈ ബന്ധങ്ങളെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതകളെ സൃഷ്ടിക്കാം. തൽഫലമായി പ്രണയബന്ധങ്ങളിൽ ചില സ്വാരസ്യങ്ങൾ, ദമ്പതികൾ തമ്മിലൊരു അഭിപ്രായ ഭിന്നത, കുടുംബത്തിലൊരു സുഖക്കുറവ്, ജീവിത പങ്കാളിക്ക് ശാരീരികമായ ക്ലേശങ്ങൾ, അസുഖങ്ങൾ എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം. 7-ാം ഭാവം കൂട്ടായ പ്രവർത്തികൾ, സംരംഭങ്ങൾ, പാർട്ട്ണർഷിപ്പ്, ബിസിനസ് എന്നിവയെ കുറിക്കുന്നു എന്നതിനാൽ ഈ മേഖലകളിൽ ചില പ്രതികൂല സാഹചര്യങ്ങൾ, അകൽച്ച, അഭിപ്രായ ഭിന്നതകൾ എന്നിവയും രൂപപ്പെടാം. കുംഭക്കൂറുകാരുടെ രാശ്യാധിപനായ ശനി ഈ കൂറുകാരുടെ 2-ാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. അതായത് 7.5 ശനിക്കാലം. 7.5 ശനിക്കാലത്ത് താരതമ്യേന ദോഷങ്ങൾ കുറവായി അനുഭവപ്പെടുന്ന കാലമാകും. കൂടാതെ സർവീശ്വരകാരകനായ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നതും ശനിദോഷങ്ങൾക്ക് ഒരു അയവിനെ നൽകും. കൂടാതെ നിലവിൽ ശനി വക്രഗതി പ്രാപിച്ചിരിക്കുന്നു എന്നതും ഈ കൂറുകാർക്ക് ഒരു ആശ്വാസം തന്നെയാണ്. തൽഫലമായി പ്രധാനമായും സാമ്പത്തികമായ പ്രതിസന്ധികൾ നീങ്ങുകയും പുരോഗതി കൈവരിക്കുകയും ചെയ്യും. കൂടാതെ ബിസിനസ്, മറ്റ് സംരംഭങ്ങൾ എന്നിവയിൽ അഭിവൃദ്ധി ഉണ്ടാകുകയും ചെയ്യുന്നു. തൊഴിൽ രംഗത്തും നിലനിന്നിരുന്ന പ്രതിസന്ധികൾ നീങ്ങി കർമ്മപുഷ്ടി, മേലധികാരികളുടെ പ്രീതി എന്നിവ ഉണ്ടാകും. ചൊവ്വ ഈ കൂറുകാരുടെ 8-ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 8-ാം ഭാവം എന്നത് ചൊവ്വയുടെ അനിഷ്ടഭാവമാകുന്നു. ആയുർഭാവം എന്ന് അറിയപ്പെടുന്ന 8-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ, രോഗാരിഷ്ടതകൾ, ശാരീരികമായ ക്ലേശങ്ങൾ എന്നിവയെ നൽകാം. അതുകൊണ്ട് തന്നെ ആരോഗ്യകാര്യങ്ങളിൽ ഈ കൂറുകാർ ഒരു ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ബുധൻ ഈ കൂറുകാരുടെ 6-ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 6-ാം ഭാവം എന്നത് രോഗം, ശത്രുക്കൾ, കടം എന്നിവയെ എല്ലാം കുറിക്കുന്നു. എന്നാൽ ബുധൻ ഈ 6-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നത് ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകും. ശരീരസുഖം, മനസ്സുഖം, കുടുംബസൗഖ്യം, സന്താനക്ഷേമം എന്നിവയെല്ലാം ഉണ്ടാകും. കൂടാതെ ശത്രുനാശം, രോഗമുക്തി, കടങ്ങളിൽ നിന്നും മോചനം, സാമ്പത്തികമായ പുരോഗതി, ധനലാഭം, ഈശ്വരകടാക്ഷം, ഉപാസനാമൂർത്തികളുടെ കടാക്ഷം എന്നിവയും ബുധൻ നൽകുന്ന ഗുണാനുഭവങ്ങൾ ആണ്. വ്യാഴം ഈ കൂറുകാരുടെ 5-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. 5-ാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നാകുന്നു. 5-ാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത്. കൂടാതെ 5-ാം ഭാവം എന്നത് ബുദ്ധിശക്തി, ഓർമ്മശക്തി, പൂർവ്വപുണ്യം, വാതുവെപ്പ്, ഭാഗ്യകുറി എന്നിവയെ എല്ലാം സൂചിപ്പിക്കുന്നു. 5-ാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവമാകയാൽ വ്യാഴം ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകുന്നു. പ്രധാനമായും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഏറെ നേട്ടങ്ങൾ, സന്തോഷിക്കാനുള്ള വകകൾ എന്നിവയെല്ലാം ഉണ്ടാകും. സന്താനങ്ങളുടെ പഠനം ഈ സമയം ഏറ്റവും മികവുറ്റതാകും. ബുദ്ധിപരമായി ഏറെ ഉയർച്ച, മികച്ച പ്രകടനങ്ങൾ എന്നിവ കാഴ്ചവെക്കും. കർമ്മമേഖലയിലും ഈ സമയത്ത് ഏറെ പുരോഗതി ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ വളരെയധികം ഐക്യം, ക്ഷേമം, ഐശ്വര്യം, സ്നേഹം
എന്നിവയും ഈ സമയത്ത് ഉണ്ടാകും. ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം ഇക്കാലത്ത് പുലർത്തും. 5-ാം ഭാവം എന്നത് പൂർവ്വ പുണ്യസ്ഥാനത്തെ കുറിക്കുന്നു എന്നതിനാൽ പൂർവ്വപുണ്യവും സുഹൃതവും ഗുരുത്വവും വ്യാഴം 5-ൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകും. തൽഫലമായി ഇവർ ഏർപ്പെടുന്ന പ്രവർത്തികളെല്ലാം ലക്ഷ്യത്തിലും വിജയത്തിലും എത്തിച്ചേരും. ശുക്രൻ ഈ കൂറുകാരുടെ 5, 6 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 5-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ ഗുണാനുഭവങ്ങളെ നൽകുമ്പോൾ 6-ൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ പ്രതികൂലമായ ഫലങ്ങളെ നൽകാം. ഈ കൂറുകാരുടെ 5-ൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് ബുദ്ധി, ഓർമ്മശക്തി, പഠനം, വിദ്യാഭ്യാസം, സന്താനങ്ങളുടെ ആരോഗ്യം എന്നിവയെല്ലാം നൽകുന്നു. ശുക്രൻ 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായ പുരോഗതി, ബിസിനസ്സിൽ വളർച്ച, ലാഭം എന്നിവയും ഉണ്ടാകും. പ്രധാനമായും 5-ാം ഭാവം സന്താനങ്ങളെ കുറിക്കുന്നതിനാൽ പ്രധാനമായും സന്താനക്ഷേമം, സന്താനങ്ങൾക്ക് വിദ്യാപുരോഗതി, ആരോഗ്യം, കലാസാഹിത്യ രംഗങ്ങളിൽ മുന്നേറ്റം, നേട്ടം, അംഗീകാരം എന്നിവയെല്ലാം കൈവരും. 5-ാം ഭാവം മനസ്സിനെയും കുറിക്കുന്നു എന്നതിനാൽ ശുക്രൻ അനുകൂലമായ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാനസികമായി നല്ല സമാധാനം, സുഖം എന്നിവ അനുഭവപ്പെടുന്ന സമയമാകും ഇത്. പൂർവ്വപുണ്യം ഈ സമയത്ത് വർദ്ധിക്കും എന്നതിനാൽ ഗുരുത്വം സകല പ്രവർത്തികളിലും ഉണ്ടാകും. എന്നാൽ ഓഗസ്റ്റ് മാസം 21 മുതൽ ഈ കൂറുകാരുടെ 6-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്ന ശുക്രൻ ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം. 6-ൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ ശത്രുക്കളുടെ ശല്യം, സഹപ്രവർത്തകരുടെ നിസ്സഹകരണം, സാമ്പത്തികമായ ജലപ്രതിസന്ധികൾ, ശാരീരിക മാനസിക വൈഷമ്യങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം. രാഹു ഈ കൂറുകാരുടെ ജന്മത്തിലാണ് സഞ്ചരിക്കുന്നത്. ജന്മരാശി അഥവാ 1-ാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവമല്ല. അതുകൊണ്ട് തന്നെ ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന രാഹു ഈ കൂറുകാർക്ക് പ്രതികൂലമായ ചില ഫലങ്ങളെ നൽകാം. ഈ സമയത്ത് വ്യക്തിത്വമായി ചില പ്രതിസന്ധികൾ നേരിടാം. കൂടാതെ യാത്രാക്ലേശം, അലച്ചിൽ എന്നിവയും ഉണ്ടാകാം. രാഹു ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ആരോഗ്യപരമായ ചില ക്ലേശങ്ങൾ, രോഗാരിഷ്ടതകൾ എന്നിവയെയും സൃഷ്ടിക്കാം. കേതു ഈ കൂറുകാരുടെ 7-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന 7-ൽ കൂടി സഞ്ചരിക്കുന്ന കേതുവും അനിഷ്ടമായ ഫലങ്ങളെയാണ് നൽകുക. 7-ാം ഭാവം എന്നത് പ്രണയബന്ധങ്ങൾ, ദാമ്പത്യബന്ധങ്ങൾ, കുടുംബബന്ധം എന്നിവയെ എല്ലാം കുറിക്കുന്നു. കൂടാതെ പാർട്ട്ണർഷിപ്പ്, ബിസിനസ്, കൂട്ടായ സംരംഭങ്ങൾ, പ്രവർത്തികൾ എന്നിവയെയും കുറിക്കുന്നത് ഇതേ ഭാവം കൊണ്ട് തന്നെ. കേതു ഈ ഭാവത്തെ പ്രതികൂലമായി ബാധിക്കുക എന്ന് പറയുമ്പോൾ അത് പ്രണയ, ദാമ്പത്യ, കുടുംബബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ, വാക്തർക്കങ്ങൾ, മാനസികമായ അകൽച്ച എന്നിവയിലേക്ക് വഴിതെളിക്കാം. അപ്പോൾ കുംഭക്കൂറുകാർക്ക് ഈ മാസം രാശിയാധിപനായ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ദോഷങ്ങളെ നൽകില്ല. കൂടാതെ ബുധൻ, വ്യാഴം എന്നിവർ അഭീഷ്ട ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യുന്നു. ശുക്രനും സൂര്യനും ഈ കൂറുകാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി ഏറെ അനുകൂലരാകുമ്പോൾ 2-ാം പകുതി പൊതുവെ ദോഷകരമായും ഭവിക്കുന്നു. കേതു, സൂര്യൻ എന്നീ ഗ്രഹങ്ങൾ പ്രതികൂലരായി കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന 7-ാം ഭാവത്തെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നതിനാൽ ജീവിത പങ്കാളിയുടെ ആരോഗ്യം, ജീവിത പങ്കാളിയുമായുള്ള ആശയവിനിമയം, പെരുമാറ്റം എന്നിവയിലെല്ലാം ഒരു ശ്രദ്ധയും സംയമനവും ഇവർ പുലർത്തേണ്ടതാണ്. അതുകൊണ്ട് തന്നെ കുംഭക്കൂറുകാർക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമാകുന്നു. അതിൽ തന്നെ മാസത്തിൻ്റെ ആദ്യ പകുതി സൂര്യനും ഭാഗ്യാധിപനായ ശുക്രനും ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഗുണാനുഭവങ്ങൾക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി മുൻതൂക്കം ഉണ്ടാകുകയും ചെയ്യും. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടാതെ ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.